2025 ജെഇ എഴുതാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ അടുത്ത ഏപ്രിൽ വരെ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ടതുമായിട്ടുള്ള 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് അണ്ടർസ്റ്റാൻഡ് ദി കോമ്പറ്റീഷൻ ആൻഡ് സെറ്റ് എ ടാർഗറ്റ് ഫോർ യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ വേണം. എത്ര കുട്ടികൾ എഴുതുന്ന എക്സാമാണ്, നിങ്ങൾ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് അല്ലെങ്കിൽ കോഴ്സ്, അതിലേക്ക് എത്താൻ നിങ്ങൾ എത്ര സ്കോർ ചെയ്യണം എന്ന് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോയാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതല്ലാതെ കൃത്യമായിട്ട് റിസൾട്ടിനെ കുറിച്ച് അറിയാതെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിനെ കുറിച്ചോ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചോ ഒരു നോളജും ഇല്ലാതെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഗോളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് ഇതാണ്, അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റീഷൻ. 14 ലക്ഷം കുട്ടികൾ എഴുതുന്ന എക്സാമാണ്. അതിൽ നിങ്ങൾക്കറിയാം ഒരു 97%, 98% കിട്ടാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 30,000-ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 40,000-ൻ്റെ ഉള്ളിലെങ്കിലും എത്തിയാലാണ് ഒരു ഡീസൻറ്റ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കാം. അതിന് 300-ൽ എത്ര മാർക്ക് വേണം എന്നുള്ള ഡീറ്റെയിൽസ് നേരത്തെ അറിയണം. അതിനനുസരിച്ച് ഓരോ സബ്ജക്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം. അടുത്തതായി വേണ്ടത് പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി പ്ലാനാണ്. അടുത്ത 4-5 മാസം അല്ലെങ്കിൽ 6 മാസം നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ തന്നെ പല ആളുകളും ഫ്രഷ് ആയിട്ട് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാകും, പഴയ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും, അതുപോലെ തന്നെ MCQs പ്രാക്ടീസ് ചെയ്ത് PYQs കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ വേണം. ഓരോ മാസവും നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് തുടങ്ങി കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ജനുവരിയിലേക്കും ഏപ്രിലിലേക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അതും ഒരു പ്രാക്ടിക്കലി സ്പീക്കിംഗ് 100% സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് പല കുട്ടികൾക്കും എന്തല്ല പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. ഓരോ സബ്ജക്റ്റിലും ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിഞ്ഞുകൊണ്ടൊരു പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പോൾ +2-ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ബോർഡ് എക്സാംസ് വരുന്നുണ്ട്, ലാബ് എക്സാംസ് വരുന്നുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുള്ള സമയം മാറ്റി വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ. മൂന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ്, ജനുവരി സെഷനാണ് ഏപ്രിൽ സെഷനേക്കാൾ മാർക്ക് സ്കോർ ചെയ്യാനും പേഴ്സൻറ്റേജിൽ ബെറ്റർ ആക്കാനും എളുപ്പം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ജനുവരിയിലെ എക്സാം പേപ്പർ ഏപ്രിലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസിയർ ആയിട്ടാണ് കാണാറുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ലെസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് എപ്പോഴും ജനുവരിയിൽ അപ്പിയർ ചെയ്യുക. അത് മാത്രമല്ല, അപ്പിയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കില്ല. മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും അവരുടെ പ്രിപ്പറേഷൻ മേ ബി ഹാഫ് വേ അല്ലെങ്കിൽ ഒരു മിഡ് സ്റ്റേജിലായിട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ ജനുവരിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു പേഴ്സൻറ്റേജിലേക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ബെസ്റ്റ് ഓഫ് 2 ആണ് ഫൈനൽ റിസൾട്ടായിട്ട് പരിഗണിക്കുക. അത് നിങ്ങൾക്ക് ഏപ്രിൽ സെഷനിലേക്ക് എത്തുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. കാരണം 14 ലക്ഷം കുട്ടികൾ എഴുതും. എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും ചെറിയൊരു വേരിയേഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആൻഡ് ബെറ്റർ പേഴ്സൻറ്റേജ് സ്കോർ ചെയ്യാനുള്ള ചാൻസസ് ലെസ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലേക്ക് വെക്കുക. ഇനിയുള്ള 4-5 മാസം ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാതെ ജനുവരി സെഷനിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന 97-ഓ 98-ഓ 99% സെക്യൂർ ചെയ്യണം എന്നുള്ള രൂപത്തിൽ തന്നെ മുന്നിലേക്ക് പോകണം. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പല ആസ്പിറേഷൻസ് ഉള്ള കുട്ടികളുണ്ടാകും. പല ആളുകൾക്കും കോമ്പറ്റേറ്റീവ് എക്സാമിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. പല ആളുകളും +2 കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നിങ്ങൾ ജെഇ അല്ലെങ്കിൽ നീറ്റ് പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ ഗൈഡ് ചെയ്യാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോളജ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം ഡിസ്കഷൻസ് ഒക്കെ നടത്താനും ഈ ഒരു പിയർ ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു 3-4 പേരടങ്ങുന്ന ഒരു സ്റ്റഡി ഗ്രൂപ്പ്, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ അടങ്ങുന്ന ഒരു 3-4 പേരടങ്ങുന്ന ചെറിയൊരു ഗ്രൂപ്പ് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം, ഒരുമിച്ച് എക്സാംസ് അപ്പിയർ ചെയ്യാം, നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്സ് പരസ്പരം ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു ട്രാക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു പിയർ ഗ്രൂപ്പ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനൊക്കെ പഠിച്ച സമയത്തും വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നത് സെയിം ചിന്താഗതിയുള്ള സെയിം ആസ്പിറേഷൻ അംബീഷൻ ഉള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ പഠനത്തെ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനൽ 5-ാമത്തെ പോയിൻ്റാണ് പല കുട്ടികളും മിസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആരും തന്നെ സീരിയസ് ആയിട്ട് എടുക്കാത്തത്. അത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ കൃത്യമായിട്ടൊരു പ്ലാൻ വേണം. നമ്മൾ പഠനമെല്ലാം കംപ്ലീറ്റ് ആക്കി റിവിഷൻ ചെയ്തു, പ്രാക്ടീസ് ചെയ്തു, PYQs ചെയ്തു, പക്ഷേ നിങ്ങൾ ആക്ച്വൽ എക്സാം എക്സ്പീരിയൻസ് വേണ്ടത്ര ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിൽ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ടൊരു മോക്ക് ടെസ്റ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. അതിൽ തന്നെ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് ആദ്യം മിനി ടെസ്റ്റുകൾ ആദ്യം എഴുതുക, പിന്നെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു 4-5 എക്സാമുകൾ എഴുതണം. എക്സാം എഴുതിയാൽ മാത്രം പോരാ, ആ എക്സാമിൻ്റെ അനാലിസിസ് പ്രോപ്പറായിട്ട് നടത്തണം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിയത്, എത്ര എണ്ണം നിങ്ങൾ അൺആൻസേർഡ് ആയിട്ട് ഒഴിവാക്കി കളഞ്ഞു എന്നുള്ള കംപ്ലീറ്റ് അനാലിസിസ് നടത്തണം. നിങ്ങൾക്ക് എവിടെ മിസ്റ്റേക്ക് വന്നു എന്നുള്ളത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണം. ആ മിസ്റ്റേക്സ് ഇനി വരുത്താതെ അതിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് വേണം നമ്മുടെ ഫൈനൽ എക്സാമിലേക്ക് എത്താൻ. അപ്പോൾ കൃത്യമായിട്ടൊരു മോക്ക് ടെസ്റ്റ് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അതല്ലെങ്കിൽ പുറത്തോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് XNY ലേണിങ്ങിൻ്റെ ജെഇ 2025 എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 22-നാണ് അതിലെ ആദ്യത്തെ എക്സാം സ്റ്റാർട്ട് ചെയ്തത്. ടോട്ടൽ 20 എക്സാമുകൾ ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ
80,000+ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് അഡാപ്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫീച്ചറും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര എക്സാമിനേഷൻസ് വേണമെങ്കിലും ചാപ്റ്റർ വൈസ് ഡിഫിക്കൽട്ടി വൈസ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയുള്ള മാസങ്ങൾ നന്നായിട്ട് പഠിക്കുക. ജനുവരി സെഷൻ തന്നെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക.